നമസ്കാരം. എല്ലാവർക്കും നവരാത്രിയുടെ ആശംസകൾ നേരുന്നു. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും നവരാത്രിക്ക് വ്രതമെടുക്കാറുണ്ട്. ഈ ഉത്സവത്തിന്റെ പേര് വർഷത്തിൽ രണ്ടോ മൂന്നോ തവണയെങ്കിലും കേൾക്കാറുമുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് നിർത്തി ചിന്തിച്ചിട്ടുണ്ടോ, എന്തിനാണ് നമ്മൾ ഈ നവരാത്രി ആഘോഷിക്കുന്നതെന്ന്? നമ്മുടെ ജീവിതത്തിൽ ഇതിന് എന്ത് അർത്ഥമാണുള്ളത്, എന്ത് പ്രാധാന്യമാണുള്ളത്? ഇന്ന് ഞാൻ നിങ്ങൾക്ക് നവരാത്രിയോടനുബന്ധിച്ച് ഒരു കഥ പറയാൻ പോവുകയാണ്. ഈ കഥ ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും കേട്ടിരിക്കേണ്ട ഒന്നാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ആരാണോ ഈ കഥ നല്ല മനസ്സോടെ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യുന്നത്, അവരിൽ ദേവിയുടെ കൃപ എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കഥയിൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ ദിശാബോധം നൽകാനും വഴി കാണിച്ചു തരാനും കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങളിത് ശ്രദ്ധയോടെ കേട്ട് ഇതിൽ നിന്നും ലഭിക്കുന്ന പാഠം നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ദേവിയുടെ അനുഗ്രഹം തനിയെ നിങ്ങളിൽ വന്നു ചേരും. നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരാണോ ശ്രദ്ധയോടും ഭക്തിയോടും ദുർഗാ സപ്തശതി വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത്, അവരുടെ ജീവിതത്തിൽ ഒരു ദുഃഖവും കഷ്ടപ്പാടും അധികകാലം നിലനിൽക്കുകയില്ല. സാക്ഷാൽ ദേവി തന്നെ അവരുടെ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, വരൂ, ഈ പുണ്യ അവസരത്തിൽ നവരാത്രിയുടെ യഥാർത്ഥാർത്ഥവും അതിൻ്റെ മഹിമയും മനസ്സിലാക്കുന്നതിനായി ഈ മനോഹരമായ കഥയിലേക്ക് കടക്കാം. വളരെ പണ്ടുകാലത്തെ കാര്യമാണ്. സുരതൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ പ്രജകളെ സ്വന്തം മക്കളെ പോലെയാണ് കരുതിയിരുന്നത്. അവരെ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ സുരതൻ രാജാവിന് മറ്റു രാജാക്കന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. രാജാവിന്റെ സൈന്യം വളരെ വലുതായിരുന്നിട്ടും അദ്ദേഹം ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അദ്ദേഹം ഭരിച്ചിരുന്ന രാജ്യത്ത് അദ്ദേഹത്തിന്റെ ദുഷ്ടരും അത്യാഗ്രഹികളുമായ മന്ത്രിമാർ ശത്രുക്കളായി കൈകോർത്തു. അവർ ചതിയിലൂടെ രാജാവിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭരണവും നഗരവും എല്ലാം തട്ടിയെടുത്തു. ഇത് സുരതൻ രാജാവിന് വലിയ ദുഃഖമുണ്ടാക്കി. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം തന്റെ ഭാര്യയെയും മക്കളെയും നഗരത്തിൽ തന്നെ ഉപേക്ഷിച്ച് ഒരു കുതിരപ്പുറത്ത് കയറി വേട്ടയാടാൻ എന്ന വ്യാജേന ഒരു ഘോര വനത്തിലേക്ക് പോയി. ആ കാട്ടിൽ അലിഞ്ഞു തിരിയുമ്പോൾ അദ്ദേഹം മേധസ് എന്ന പേരുള്ള ഒരു മുനിയുടെ ആശ്രമത്തിലെത്തി. മുനി രാജാവിനെ വളരെ ആദരവോടെ സ്വീകരിക്കുകയും താമസിക്കാൻ ഒരു കുടിൽ നൽകുകയും ചെയ്തു. സുരതൻ രാജാവ് ആശ്രമത്തിൽ താമസിക്കാൻ തുടങ്ങി. ഇനി മറുവശത്തുള്ള കഥ കേൾക്കൂ. അതേ പ്രദേശത്ത് സമാധി എന്നു പേരുള്ള ഒരു വൈശ്യൻ, അതായത് ഒരു വ്യാപാരി താമസിച്ചിരുന്നു. അദ്ദേഹം വളരെ ധനികനായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് ധർമ്മത്തിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം ഈശ്വരനെ ഒരുപാട് ആരാധിച്ചിരുന്നു. അദ്ദേഹം എപ്പോഴും ദുഃഖിച്ചിരിക്കുന്നവരെ സഹായിക്കുകയും അവരുടെ വേദനകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എപ്പോഴും സത്യം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശീലമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും വളരെ അത്യാഗ്രഹികളായിരുന്നു. അവരുടെ മനസ്സിൽ ധനത്തോടുള്ള ആർത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ധനത്തോടുള്ള ആർത്തി കാരണം സമാധി വൈശ്യന്റെ ഭാര്യയും മക്കളും ചേർന്ന് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഈ ചതിയിൽ മനം നൊന്ത് സമാധി വൈശ്യനും തന്റെ വീടും ഗ്രാമവും ഉപേക്ഷിച്ച് അതേ ഘോരവനത്തിലേക്ക് വന്നു. ഭാഗ്യവശാൽ സുരതൻ രാജാവ് തന്റെ രാജ്യം ഉപേക്ഷിച്ച് താമസിച്ചിരുന്ന അതേ മേധസ് മുനിയുടെ ആശ്രമത്തിൽ തന്നെ അദ്ദേഹവും താമസിക്കാൻ തുടങ്ങി. മുനിയുടെ ആശ്രമത്തിൽ താമസിക്കുമ്പോഴും സമാധി വൈശ്യന് ഒരു നിമിഷം പോലും സമാധാനമുണ്ടായിരുന്നില്ല. തന്റെ ഭാര്യയും മക്കളും എങ്ങനെയുണ്ടാവും, അവസ്ഥയിലായിരിക്കും എന്ന ചിന്തയിൽ അദ്ദേഹം എപ്പോഴും മുഴുകിയിരുന്നു. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമോ, അവർ വല്ല ദുഃഖത്തിലാണോ എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. ഒരു ദിവസം സുരതൻ രാജാവ് ആശ്രമത്തിലെ ഒരു മരച്ചുവട്ടിൽ വലിയ വിഷാദത്തിലിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിലും എപ്പോഴും എന്റെ രാജ്യം ഇപ്പോൾ എങ്ങനെയുണ്ടാകും എന്ന ചിന്തയായിരുന്നു. ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് സമ്പാദിച്ച ധനം അവിടുത്തെ പുതിയ രാജാവ് എങ്ങനെയായിരിക്കും ചെലവഴിക്കുന്നത് എന്നറിയില്ല. ഒരുപക്ഷെ അവർ എന്റെ ധനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി നശിപ്പിക്കുമായിരിക്കാം. ഞാൻ ദാനധർമ്മങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പണം ഇപ്പോൾ ആ ദുഷ്ടന്മാർ മദ്യപിക്കാനും ചൂതു കളിക്കാനും ഉപയോഗിക്കുന്നുണ്ടാവാം. കാരണം ആ ദുഷ്ടന്മാർക്ക് ധർമ്മത്തിൽ ഒരു വിശ്വാസവുമില്ലല്ലോ. ഇന്നലെ വരെ എന്റെ പിന്നാലെ നടന്ന് എനിക്ക് ജയ് വിളിച്ചിരുന്നവർ ഒരുപക്ഷെ ഇന്ന് ആ പുതിയ രാജാക്കന്മാരുടെയും മന്ത്രിമാരുടെയും പിന്നാലെ നടക്കുന്നുണ്ടാവും. അപ്പോഴാണ് സമാധി എന്നു പേരുള്ള ആ വൈശ്യൻ അവിടേക്ക് വന്നത്. രാജാവ് അവനോട് ചോദിച്ചു, നീ ആരാണ്? എന്തിനാണ് ഈ കാട്ടിലെ ആശ്രമത്തിൽ താമസിക്കുന്നത്?
ആ വൈശ്യൻ പറഞ്ഞു, രാജൻ, എന്റെ പേര് സമാധി എന്നാണ്. എന്റെ ഭാര്യയും മക്കളും ധനത്തോടുള്ള ആർത്തി കാരണം എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. എന്നിട്ടും എന്റെ മനസ്സ് അവരെക്കുറിച്ചുള്ള ചിന്തയിലാണ്. അവർ സന്തോഷത്തോടെയാണോ ഇരിക്കുന്നത് എന്ന് ഞാൻ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ മനസ്സിൽ എന്റെ ഭാര്യയോടും മക്കളോടും ഒട്ടും കഠിനമായ ചിന്ത വരുന്നില്ല. അവർ നല്ലവരല്ല, അവരിൽ കുറ്റങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. എന്നിട്ടും എന്റെ മനസ്സ് അവരെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ഈ കാരണത്താൽ എന്റെ മനസ്സിന് ഒരു നിമിഷം പോലും ശാന്തിയില്ല. ഞാൻ വളരെ അസ്വസ്ഥനാണ്. എത്ര മോശം ആളുകളാണെങ്കിലും സ്വന്തം കുടുംബാംഗങ്ങളെ ഉപേക്ഷിക്കാൻ കഴിയില്ല. ഞാനാകട്ടെ എന്റെ കുടുംബത്തോടുള്ള ഈ സ്നേഹബന്ധത്തിൽ കുടുങ്ങി വളരെ ദുഃഖിതരനും ചിന്താകുലനുമാണ്. സമാധി വൈശ്യന് തന്റെ കുടുംബത്തോടുള്ള ഈ വേവലാതി കണ്ടപ്പോൾ സുരതൻ രാജാവ് പറഞ്ഞു, ഇതൊരു വലിയ അത്ഭുതം തന്നെ. ധനത്തിന്റെ ആർത്തിയിൽ നിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയവരോട് നിന്റെ മനസ്സിൽ ഇത്രയും സ്നേഹവും ചിന്തയുമുണ്ട്. എന്റെ അവസ്ഥയും ഇതുതന്നെയാണ്. ഇപ്പോൾ എന്റേതല്ലാത്ത ആ രാജ്യത്തെക്കുറിച്ച് എന്റെ മനസ്സ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ കഠിനാധ്വാനം കൊണ്ട് സമ്പാദിച്ച ധനം ആ പുതിയ രാജാക്കന്മാർ എങ്ങനെയായിരിക്കും തുലയ്ക്കുന്നത് എന്ന ചിന്തയിൽ ഞാൻ എപ്പോഴും മുഴുകിയിരിക്കുന്നു. ഇന്നലെ വരെ എന്നെ മുന്നിലും പിന്നിലും നടന്നിരുന്നവർ ഇന്ന് ആ പുതിയ രാജാക്കന്മാരുടെ മുന്നിലും പിന്നിലുമായി നടക്കുന്നുണ്ടാവും. ഞാൻ വളരെ സ്നേഹത്തോടെ വളർത്തിയ ആ ആനയെ അവർ ശ്രദ്ധിക്കുന്നുണ്ടോ എന്തോ. ഇങ്ങനെ പരസ്പരം സംസാരിച്ചതിനു ശേഷം അവർ രണ്ടുപേരും തങ്ങളുടെ ഈ ദുരിതത്തിന്റെ കാരണവും അത് പരിഹരിക്കാനുള്ള വഴിയും മേധസ് മുനിയോട് തന്നെ ചോദിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം സുരതൻ രാജാവും സമാധി വൈശ്യനും മേധസ് മുനിയുടെ അരികിലെത്തി തങ്ങളുടെ ഈ സ്നേഹബന്ധത്തിന്റെയും ദുഃഖത്തിന്റെയും കാരണം ചോദിച്ചു. അപ്പോൾ മുനി അവരോട് പറഞ്ഞു, ഈ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും, അത് മനുഷ്യരായാലും മൃഗങ്ങളായാലും എല്ലാം ഭഗവതി മഹാമായയുടെ മായയിൽ മോഹിതരാണ്. അവരുടെ ആഗ്രഹം കൊണ്ടാണ് എല്ലാ ജീവികളും സ്നേഹബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നത്. പിന്നീട് മുനി അവർക്ക് രണ്ടുപേർക്കും ആദിശക്തി ദേവിയുടെ കഥയും ദേവിയുടെ കൈകളാൽ വധിക്കപ്പെട്ട രാക്ഷസന്മാരുടെ കഥയും വിവരിച്ചു കൊടുത്തു. ഈ കഥയാണ് ദുർഗാ സപ്തശ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെ ദേവമഹാത്മ്യം എന്നോ ചണ്ഡിപാഠമെന്നോ പറയുന്നു. നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിലെ വളരെ പ്രധാനപ്പെട്ടതും ശക്തവുമായ ഒരു ഗ്രന്ഥമാണ്. മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ഭാഗമാണ്. ഇതിലാകെ 13 അധ്യായങ്ങളും 700 ശ്ലോകങ്ങളുമുണ്ട്. ഈ ഗ്രന്ഥം ഭഗവതി ദേവിയുടെ മഹിമ, അവരുടെ വിവിധ രൂപങ്ങൾ, രാക്ഷസന്മാരുടെ മേലുള്ള അവരുടെ വിജയം എന്നിവയുടെ കഥകൾ പറയുന്നു. ഇത് വെറും കഥകളുടെ പുസ്തകമല്ല, മറിച്ച് ഇതിൽ വളരെ ആഴത്തിലുള്ള അറിവ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മനുഷ്യനെ ഈ ലോകത്തിലും ഈശ്വരന്റെ പാതയിലും മുന്നോട്ട് നയിക്കുന്നു. സുരതൻ രാജാവും സമാധി വൈശ്യനും മേധസ് മുനിയോട് തങ്ങളുടെ ദുരിതം പറഞ്ഞ് ചോദിച്ചു, മുനിശ്രേഷ്ഠ, രാജ്യവും കുടുംബവും ഇപ്പോൾ ഞങ്ങളുടേതല്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മനസ്സ് അവരോടുള്ള സ്നേഹബന്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്? അവർ സ്വാർത്ഥരാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഹൃദയം അവർക്ക് വേണ്ടി വേദനിക്കുന്നത്? ഇതെന്ത് അജ്ഞാനമാണ്? മഹർഷി മേധസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, വൈശ്യശ്രേഷ്ഠ, ഇതൊരു അത്ഭുതമുള്ള കാര്യമല്ല. ഈ പ്രപഞ്ചം മുഴുവൻ ആരുടെ വശത്താണോ ആ മഹാമായയുടെ പ്രഭാവമാണിത്. അവർ വലിയ ജ്ഞാനികളുടെ മനസ്സിനെ പോലും ബലമായി ആകർഷിച്ച് മോഹത്തിൽ അകപ്പെടുത്തുന്നു. അവരാണ് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, അവസാനം നശിപ്പിക്കുന്നവളും അവർ തന്നെയാണ്. യഥാർത്ഥ ജ്ഞാനവും അജ്ഞാനവും അവർ സന്തോഷിക്കുമ്പോൾ മനുഷ്യർക്ക് മുക്തി നൽകുന്നു. സുരതൻ രാജാവ് ആകാംക്ഷയോടെ ചോദിച്ചു, ഭഗവാനെ, അങ്ങ് മഹാമായ പറയുന്നത് ആരെയാണ്? അവർ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? അവരുടെ പ്രവൃത്തികളും സ്വാധീനവും എങ്ങനെയുള്ളതാണ്? ദയവായി ഞങ്ങളോട് വിശദമായി പറയൂ. ഇവിടെ നിന്നാണ് മഹർഷി വേദസ് സുരതൻ രാജാവിനും സമാധി വൈശ്യനും ഭഗവതി ദേവിയുടെ മഹിമയെക്കുറിച്ച് ഉപദേശം നൽകി തുടങ്ങിയത്. അത് ദുർഗാ സപ്തശതിയായി പ്രസിദ്ധമായി. മഹർഷി മേധസ് പറയുന്നു, കൽപ്പാന്തത്തിൽ ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയും ഭഗവാൻ വിഷ്ണു ശേഷനാഗത്തിന്റെ ശയ്യയിൽ യോഗനിദ്രയിൽ ശയിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കർണബലത്തിൽ നിന്നും മധു, കൈടബൻ എന്നീ ഭയാനകരായ 2 രാക്ഷസന്മാർ ജനിച്ചു. ജനിച്ചയുടൻ അവർ ലോകസൃഷ്ടാവായ ബ്രഹ്മാവിനെ വധിക്കാൻ ഓടി. അദ്ദേഹം ഭഗവാൻ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും വിടർന്ന താമരയിൽ ഇരിക്കുകയായിരുന്നു. ഭയന്നുപോയ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിനെ ഉണർത്താൻ ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അദ്ദേഹം യോഗനിദ്രയുടെ സ്വാധീനത്തിലായിരുന്നു. അപ്പോൾ ബ്രഹ്മാവ് ഭഗവാൻ വിഷ്ണുവിന്റെ കണ്ണുകളിൽ വസിച്ചിരുന്ന യോഗനിദ്ര ദേവിയെ സ്തുതിച്ചു. അദ്ദേഹം പറഞ്ഞു, ദേവി, അങ്ങ് സ്വാഹയാണ്, അങ്ങ് സ്വതയാണ്, അങ്ങ് വർഷകാരണമാണ്,
അങ്ങ് സ്വരൂപയാണ്, അങ്ങ് അമൃതമാണ്, അങ്ങ് സന്ധ്യയും സാവിത്രിയും സർവരുടെ പരമമാതാവുമാണ്. ഈ ലോകത്തെ അങ്ങ് ധരിക്കുന്നു, സൃഷ്ടിക്കുന്നു, നശിപ്പിക്കുന്നതും അവിടുന്നാണ്. അങ്ങ് തന്നെയാണ് യഥാർത്ഥ ജ്ഞാനവും അജ്ഞാനവും. അവർ സന്തോഷിക്കുമ്പോൾ മനുഷ്യർക്ക് മുക്തി നൽകുന്നു. സുരതൻ രാജാവ് ആകാംക്ഷയോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് മഹാമായ എന്ന് പറയുന്നത് ആരെയാണ്? അവർ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? അവരുടെ പ്രവൃത്തികളും സ്വാധീനവും എങ്ങനെയുള്ളതാണ്? ദയവായി ഞങ്ങളോട് വിശദമായി പറയൂ. ഇവിടെ നിന്നാണ് മഹർഷി മേധസ് സുരതൻ രാജാവിനും സമാധി വൈശ്യനും ഭഗവതി ദേവിയുടെ മഹിമയെക്കുറിച്ച് ഉപദേശം നൽകി തുടങ്ങുന്നത്. അത് ദുർഗാ സപ്തശതിയായി പ്രസിദ്ധം. എല്ലാവർക്കും മഹാമായയുടെ കഥ ഇഷ്ടമായെന്ന് കരുതുന്നു. തുടർന്നുള്ള കഥകൾക്കായി ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.